ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിക്കാൻ വേറെ പണിയില്ലേ? ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ജീവിക്കും. ബെഡ്റൂമിൽ കാണിക്കേണ്ട ബെഡ്റൂമിൽ ഇങ്ങനെ നോർമലായിട്ട് സ്നേഹിക്കുന്നതാണ് ഇയാൾ ചെയ്യുന്നത്. ഈ നാശങ്ങള് ചത്തില്ലേ, കളവനെ കൊണ്ടുപോകാനായി മുതുക്കിയുടെ കൂത്താട്ടം. അവരച്ഛനും അമ്മക്കൊന്നും വയസ്സാവാണ്ട് അവർക്കൊന്നും വയസ്സാവാണ്ട് ഇങ്ങനെ തന്നെ ചെറിയ കുട്ടിയായിട്ട് നിൽക്കട്ടെ, എപ്പോഴും അങ്ങനെ നിൽക്കട്ടെ. സൈബർ സെല്ലിൽ നിന്ന് തീർച്ചയായിട്ടും ഈ കമന്റ് ചെയ്ത ആൾക്കാർക്ക് എല്ലാം കംപ്ലീറ്റ് പോകും. അത്രയും ഞാൻ അനുഭവിച്ചു. എനിക്ക് അത്രയും ഞാൻ അനുഭവിച്ചു പറഞ്ഞാൽ ഒറ്റയ്ക്ക് പറഞ്ഞ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ തോന്നിവാസം കാണിക്കുന്ന ആൾക്കാരിൽ ഒരാളെങ്കിലും മാക്സിമം പണിഷായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അത് പാടാവും. അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ പൈസ ചോദിച്ചിട്ടുമില്ല, അവരുടെ ചെലവിലല്ല കല്യാണം കഴിച്ചത്, അവരുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. ഓഫ്കോഴ്സ് മാം ഒരു സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാം ഒരു സ്ട്രോങ് ക്യാരക്ടർ അല്ലേ വേണ്ടിയിരുന്നത്? ആണല്ലോ, ഞാൻ സ്ട്രോങ് ആണ്, അതുകൊണ്ടല്ലേ ഞാൻ നിൽക്കുന്നത്. എന്റെ കഴിഞ്ഞതുകൊണ്ടാ അത് സമയത്ത് വരുന്നതാ. ഞാൻ നല്ല സ്ട്രോങ് ആയി ലേഡിയാണ് അല്ല കേട്ടാ. പിന്നെ അല്ല, അത് ഏറ്റവും കൂടുതൽ അറിയാന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രി അറിയാലോ. ഈ ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരും അവരുടെ തനി സ്വഭാവം കാണിച്ചു. വീട്ടിൽ കാണിക്കാൻ പറ്റാത്ത തനി സ്വഭാവം കാണിക്കാൻ വന്നവർക്കെല്ലാം കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ആ മറുപടി കിട്ടിയവർക്ക് അറിയാം എന്താണ് ആ മറുപടി. അവർക്ക് പുറത്ത് പറയാൻ കഴിയത്തില്ല, അതുകൊണ്ട് പറയില്ല. അപ്പൊ അത് വെറുതെ സമൂഹത്തിന്റെ മുന്നേ വന്ന് ഇവൻ അങ്ങനെ പറഞ്ഞു അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിലല്ല ശരിക്കും പറഞ്ഞ ധൈര്യം. ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നതാണ് ധൈര്യം. അത് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പം ഞാനുണ്ട് നിന്റെ കൂടെ, നീ ധൈര്യമായിട്ട് പോകും എന്ന് പറയുമ്പോൾ അത് ഞാൻ കൊടുക്കുന്ന ധൈര്യം എന്ന് വേണമെങ്കിൽ പറയാം. അതും സൊസൈറ്റിയുടെ മുന്നിൽ വന്നിട്ട് അയ്യോ അവൻ ഇങ്ങനെ ചെയ്തു, മറ്റേ SR എന്നെ ഇവൻ പിച്ചി ഇവൻ എന്ന് നുള്ളി പറയുന്നതല്ല ഞങ്ങളുടെ ധൈര്യം. ഞങ്ങളുടെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സായ അമ്മാവന്മാര് പെയിന്റ് അടിച്ച് ഫേക്ക് ID ഉണ്ടാക്കി ഞങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ ഞങ്ങൾ പറയും പോട്ടെ മാവ സാരില്ല, നിങ്ങൾക്ക് ആ രോഗമുണ്ട് മാറിപ്പോയി എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ധൈര്യം. ഈ കമന്റ് ചെയ്യുന്ന ഫേക്ക് ID അല്ലെങ്കിൽ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ഈ ആരാണ് ചെയ്യിപ്പിക്കുന്നത് നമുക്കറിയാം. ഈ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ആൾക്കാര് കമന്റ് ചെയ്യുമ്പോൾ ആലോചിക്കണം, ഇതാണോ നിങ്ങളുടെയൊക്കെ ജീവിത ലക്ഷ്യം? എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വി ആർ ഡൂയിങ് ദാറ്റ്. ശരിക്കും ഇന്ന് തെയ്യം കാണാൻ വേണ്ടിയിട്ട് പറശ്ശിനിയിലും വെള്ളിയാങ്കോടും ചെന്ന സമയത്ത് തെയ്യം എന്ന വാക്ക് വരുന്നത് ദൈവം എന്ന് തന്നെയാണ്. അപ്പൊ ദൈവത്തിനെ കാണാനും സ്പർശിക്കാനും നമുക്ക് ദൈവത്തിനോട് സംസാരിക്കാനും ഒരു ഉപാധിയാണ് അന്ന് അവർ കണ്ടെത്തിയ തെയ്യം എന്ന രൂപം. അത് ഒരു ട്രാൻസില് അവർക്ക് ലൈഫിന് ഉള്ള ലെസൻസ് നമുക്ക് പറഞ്ഞു തരാൻ പ്രാപ്തരായ അവരാണ് തെയ്യം കെട്ടുന്നതും തെയ്യം ആടുന്നതും. അപ്പൊ അങ്ങനെ ദൈവത്തിനെ അല്ലെങ്കിൽ തെയ്യത്തിനെ നമുക്ക് കാണാനും സ്പർശിക്കാനും സംസാരിക്കാനും അതൊരു സൊസൈറ്റൽ നീഡായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ എന്റെ ആവശ്യത്തിന്, എന്റെ വീട്ടില് എനിക്ക് എന്റെ ആവശ്യത്തിന് ദൈവം കാണിച്ചു തന്ന ഒരു മാർഗമാണ് കുഞ്ഞുമോൾ. എനിക്ക് കുഞ്ഞുമോട് ധൈര്യമായിട്ട് ചോദിക്കാം ഇതെന്താ ചെയ്യുന്നത്, കുഞ്ഞുമോൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഏട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ചോദിക്കാൻ ഞാനുണ്ട് വീട്ടില്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താങ്ങാൻ പറ്റാത്തതാകുമ്പോൾ അല്ലേ നമ്മൾ തെയ്യത്തിനടുത്ത് പോവാം അല്ലെങ്കിൽ ദൈവത്തിനടുത്ത് പോവാം. അങ്ങനെ ഓരോ വീടും മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു പ്രശ്നമില്ലല്ലോ. ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ രോഗം മാറിയാലേ അവർക്ക് ചിന്തിക്കാനുള്ള ലെവലിൽ എത്തുള്ളൂ. ഐ പിറ്റി ദം. കാരണം ഇനിയിപ്പോ അവര് എന്ത് ചെയ്താലും അവര് കമന്റ് ചെയ്യും, അറിയാം ഞാൻ. വളരെ സന്തോഷം ഉണ്ടായിരുന്നു. വൈറൽ കപ്പിൾ, അതായത് ഡിജിറ്റൽ ഐക്കൺ എന്ന ആ ഒരു മൈൽസ്റ്റോൺ മൂവി മേക്കേഴ്സ് അവരുടെ ഒരു സ്പെഷ്യൽ അവാർഡായിട്ട് വൈറൽ കപ്പിൾ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ്. ഈ ഗതിക്ക് പോവുകയാണെങ്കിൽ ഈ വർഷവും ഞങ്ങൾ തന്നെ വേറൊന്നുമല്ല. വൈറൽ കപ്പിൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരെയും വൈറസ് അറ്റാക്ക് ഒന്നും ചെയ്യാൻ പോയില്ല. ആൾക്കാർക്ക് ഞങ്ങളെ കാണുമ്പോൾ ചൊറിഞ്ഞു, ആ ചൊറി തീരുന്നില്ല, വീണ്ടും തുടരുന്നു. ഈ വർഷവും ഇപ്പോഴും അതെ കുറച്ചൊരു ഇത് നിന്നപ്പോ വീണ്ടും തുടങ്ങി, വീണ്ടും അതിനേക്കാൾ ഇപ്പം കൂടിക്കൂടി വരികയാണ്. ചൂടതിരായതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ഓരോ ആൾക്കാർ ഇപ്പൊ അവിടെ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോ മല്ലികാമ്മ ഉണ്ടായിരുന്നു. അപ്പൊ പണ്ട് മല്ലികാമ്മ ഡബ് ചെയ്യാൻ വരുമ്പം ഞാൻ ഡബ് ചെയ്യുന്ന സ്റ്റുഡിയോയില് മല്ലികാമ്മ വരും, ഡബിയും പോവും, ഇങ്ങനെ കാറ്റടിക്കുന്ന പോലെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കണ്ടു നിൽക്കും ഡബിങ്ങിനെ, കാരണം അത്ര നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഡബ് ചെയ്യുന്ന ആളാണ് മല്ലികാമ്മ. സോ കാലങ്ങൾക്ക് ശേഷം ഈ അവാർഡ് ഫംഗ്ഷനിൽ മല്ലികാമ്മ അവിടെ ഇരുന്ന് കാലുകൾക്ക് തൊഴാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളെ അറിയാം, വിച്ച് മീൻസ് വി ഹാവ് ഗോൺ വൈറൽ. മല്ലികാമ്മയ്ക്ക് അറിയാം
എനിക്ക് ടെഡ് ഞങ്ങൾ പ്രസന്റ് ചെയ്യാം, ടെഡെക്സിൽ സംസാരിക്കാൻ പോയ സമയത്ത് വാസുകി IAS അവരുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹൈദരാബാദ് ഉണ്ടായിരുന്നപ്പോൾ വാസുകി മാം വിളിച്ചിരുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് പോകണം, ഞങ്ങളുണ്ട് കൂടെ. വാസുകി മാമിനെ പോലെ ഒരാൾ ഞങ്ങളെ വിളിച്ച് പറയാൻ ഈ വൈറൽ സ്റ്റേറ്റസ് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കുഞ്ഞുമോക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം ചെയ്ത് എങ്ങനെയെങ്കിലും തകർത്ത് ഇവര് പറയുന്ന ഈ പ്രൊഫസി ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള ഈ പ്രൊഫസി സത്യമാക്കാൻ നോക്കുന്ന ആൾക്കാരൊക്കെ എന്ത് പൊട്ടത്തരാണ്. ഞാൻ ആലോചിക്കുന്നത് മലയാള സിനിമയിൽ ഇതിനേക്കാളും നന്നായിട്ട് കഥ എഴുതുന്ന ആൾക്കാരാണ്, ഇത്ര മോശമായിട്ട് കഥ എഴുതുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ഹെഡ്ലൈൻസ് എഴുതുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കഥ എഴുതുന്ന അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർ. Put their brain to some effective use. നല്ല കാര്യത്തിന് ഉപയോഗിക്കട്ടെ ഈ ചിന്താശക്തി. ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിക്കാൻ വേറെ പണിയില്ലേ? ആ ഒരു ചോദ്യത്തിന് എങ്ങനെയാ? ഒന്ന്, ഈ വയസ്സാം കാലം എന്ന് പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. എഗ്രി ചെയ്താലേ എനിക്കത് പ്രശ്നമുള്ളൂ. കാരണം അത് വയസ്സാം കാലത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ വയസ്സാം കാലം എപ്പോഴാണ്? 20 വയസ്സിൽ മരിക്കുന്ന ആൾക്കാരുള്ള ഒരു ലോകത്ത് 19 വയസ്സും വയസ്സാണ്. എനിക്ക് എപ്പോഴാണോ എന്റെ ലോൺലിനെസ് എന്നെ ഹേർട്ട് ചെയ്തത്, കുഞ്ഞുമോക്ക് എപ്പോഴാണോ കുഞ്ഞുമോളുടെ ലോൺലിനെസ് ഹേർട്ട് ചെയ്തത്, അപ്പൊ ഞങ്ങൾ കല്യാണം കഴിച്ചു. അത് ഈ ചോദിക്കാൻ വരുന്ന ആൾക്കാര് അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ പൈസ ചോദിച്ചിട്ടുമില്ല, അവരുടെ ചെലവിലല്ല കല്യാണം കഴിച്ചത്, അവരുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്, അവരുടെ സംഭാവനയിലല്ല ജീവിക്കുന്നത്, ഞങ്ങളല്ല വീഡിയോ ഇടുന്നത്. അപ്പൊ ഈ കമന്റ് ഇടുന്നത് ഈ വീഡിയോ ഇട്ടവർ ഉത്തരം പറയണം. ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിക്കും. കാരണം ഞങ്ങൾക്ക് വയസ്സുമായിട്ടില്ല, ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ കല്യാണം കഴിച്ചെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സഹിച്ചു. ഞങ്ങൾക്ക് എന്താണോ ഞങ്ങൾ ചെയ്യേണ്ടത്? ബെഡ്റൂമിൽ കാണിക്കേണ്ട, ബെഡ്റൂമിൽ ഇങ്ങനെ നോർമലായിട്ട് സ്നേഹിക്കുന്നതാണ് ഇയാൾ ചെയ്യുന്നത്. അയ്യോ പാവം, തെറ്റാണ് കേട്ടോ, അങ്ങനെയൊന്നും അല്ല, വേറെ പലതും ഉണ്ട് ചെയ്യാൻ. അതൊന്നും അറിയാത്ത ആൾക്കാരാണ്, പഠിക്കട്ടെ എന്നേ തിരിച്ചു പറയാൻ പറ്റും. ഓരോ കമന്റ്സിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ടിപ്പിക്കലി കുറെ കാലം ഞാൻ വീഡിയോ ജോഗായിട്ട് ഇരുന്നതാ. അപ്പൊ തിരിച്ച് റിപ്ലൈ അങ്ങനെ വരും, പക്ഷെ വേണ്ട, കാരണം ഇവർക്കെതിരെല്ലാം കേസ് കൊടുക്കേണ്ടതല്ലേ. ഞാനത് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇടയ്ക്ക് ഈ ട്രാവൽ വരുമ്പോഴാണ് ഈ ഡ്രാഫ്റ്റിംഗ് എനിക്ക് ഇതാവുന്നത്. കാരണം അത്രയും ആൾക്കാരുടെ പേര് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്, അത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോന്നും അവരുടെ സ്ക്രീൻഷോട്ട്സ് ഉൾപ്പെടെ വെച്ചിട്ട്, അതായത് ഇവർ ഇങ്ങനെയാണ് കമന്റ് ചെയ്തത്, ഇതാണ് ഇവരുടെ ഇത് ഫേക്ക് ഐഡിന്റെ ലിസ്റ്റ് വേറെ ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ നോർമൽ ഐഡിയും ചെയ്ത ആൾക്കാർ വേറെ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല എന്ന് അവരെ പഠിപ്പിക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ചത്. നന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ. എപ്പോഴെങ്കിലും കേസ് കൊടുക്കണം തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞാനത് ഫയൽ ചെയ്തോണ്ടിരിക്കാം. ഞാനൊരു വക്കീലാണ്, ഞാനത് ഫയൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഡ്രാഫ്റ്റിംഗ് ഓൾമോസ്റ്റ് കഴിയാറായി. അതിന്റെ ഡ്രാഫ്റ്റിംഗ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സൈബർ സെല്ലിൽ നിന്ന് തീർച്ചയായിട്ടും ഈ കമന്റ് ചെയ്ത ആൾക്കാർക്ക് എല്ലാം കംപ്ലീറ്റ് പോകും. ഇവര് ഫേക്ക് ആയി ഡിലീറ്റ് ചെയ്താലും IP വെച്ച് ട്രേസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ഇവർ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ഒന്നും അല്ല. IT ആക്ട് കുറച്ച് വീക്ക് ആണെങ്കിലും അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഐ ട്രസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അവരുടെ സൈബർ സെല്ലിന് എനിക്ക് വിശ്വാസമാണ്. ഈ തോന്നിവാസം കാണിക്കുന്ന ആൾക്കാരിൽ ഒരാളെങ്കിലും മാക്സിമം പണിഷായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അത് പാടാവും. ആ ലെവലിലേക്ക് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. ഇടയ്ക്ക് ഹൈദരാബാദ് ആയിരുന്നു, ഇപ്പോഴും പിന്നെയും എനിക്ക് ഹൈദരാബാദ് പോകാനുണ്ട്. ഡ്രാഫ്റ്റിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ കണ്ണൂർ വന്നിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് അതിൽ ഒരു ഡിലേ ഉണ്ടാവും. അത് പൊതുവെ ഏത് വക്കീലെടുത്ത് പോയാലും എല്ലാവരും ഡിലേ. ഇതിപ്പോ എന്റെ അടുത്ത് ഞാൻ തന്നെ വന്നതാണ്. അപ്പൊ എന്റെ പണികളിൽ കുറച്ച് ഡിലേ ഒക്കെ വരും. പക്ഷെ അതിന് ആവശ്യമുണ്ടോ? ഒരു വംശനാശം സംഭവിക്കാൻ പോകുന്ന ഒരു വർഗത്തിന് എതിരെയല്ലേ ഈ ഒരു കേസ്? ശരി, കരിങ്കുരങ്ങ് രസായനം എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അത് എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന ഒരു സ്പീഷീസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രസായനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അത്രയേ അല്ല, പിന്നെ കരിങ്കുരങ്ങ് രസായനം ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കിയിട്ടില്ലേ കരിങ്കുരങ്ങുകൾ? ഒരാഴ്ച മുന്നേ റിലീസായ പ്രളയശേഷം ജലകന്യക എന്ന് പറഞ്ഞ മൂവി വളരെ ചെറിയ എമൗണ്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മറുവശത്ത് നോക്കുമ്പോൾ 6 കോടി ബഡ്ജറ്റ് ഇട്ട സിനിമ 25 കോടി ചെലവഴിച്ചിട്ടും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സിനിമ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് സംസാരിക്കുന്നത് എത്ര പേരാണ്, എങ്ങനെയാണെന്നുള്ളത് അതിന്റെ ഡെമോഗ്രഫിക്സ് വേറെ വേറെയാണ്. മലയാള സിനിമ പൊതുവെ നമുക്ക് ക്ലാസ് എ തിയേറ്റേഴ്സ് 63 അല്ലെങ്കിൽ 65 തിയേറ്ററൊക്കെ ഉണ്ടാകുന്ന കേരളം 300 തിയേറ്ററുള്ള തമിഴുമായിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത്. 1500 തിയേറ്ററുള്ള തെലുങ്കുമായിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത്. ഓവർ സീസ് റൈറ്റ്സിന്റെ കാര്യം പറയുമ്പോൾ UAE മാത്രം നോക്കി നിൽക്കുന്ന മലയാളവും സിംഗപ്പൂർ, മലേഷ്യ, UK, ജർമ്മനി, US, UAE എന്ന് ട്രൈ ചെയ്യുന്ന തമിഴും തെലുങ്കില്
അതിന് ഹിന്ദി ഡബില് OTTയും പ്ലസ് ഇന്റർനാഷണൽ റൈറ്റ്സും ജർമ്മനി, UK, US, സിംഗപ്പൂർ, മലേഷ്യ, UAE അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വരുന്ന 1500 തിയേറ്ററുള്ള ഇൻഡസ്ട്രി മൂന്നാണ്. നമ്മൾ കാണിക്കുന്ന എന്താണ്? ബാഹുബലി എടുത്തു, അടുത്ത മലയാളത്തിൽ ബാഹുബലി ഒരു സിനിമ എടുക്കണം. പറ്റില്ല. യു കൻ നോട്ട് ഡു ഇറ്റ് ബിക്കോസ് പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്. ഇത് എന്താണ്, ഈ ഒച്ചിനെ കൊണ്ട് പുലി ഓടുന്ന റേസ് ഓടിപ്പിക്കുക എന്നുള്ള ആ ഒരു ലെവലാണ്. കാരണം രണ്ടും രണ്ട് ട്രാക്കാണ്. അപ്പോ ബീങ് കോസ്റ്റ് എഫക്റ്റീവ്, ഒരു സിനിമ എങ്ങനെ എടുക്കാം, എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആവാം. ഞാൻ തെലുങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ 4 ക്യാമറയിൽ തെലുങ്ക് സീൻസ് ഷൂട്ട് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ഒരു ക്യാമറ അഫോർഡബിൾ അല്ല, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അവിടെ ഒരു ഹീറോ വാങ്ങിക്കുന്ന പൈസ ജസ്റ്റിഫൈഡ് ആണ്. കാരണം 1500 തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ ആ ഹീറോയിന്റെ പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും, പ്രൊഡ്യൂസറിന് കൊടുക്കാൻ പറ്റും. ഇവിടെ ജസ്റ്റിഫൈഡ് ആണോ? 1.25 കോടി 2 കോടി ചാർജ് ചെയ്യുന്നത് ജസ്റ്റിഫൈഡ് ആണോ? ചോദ്യങ്ങൾ തരാം. പ്രൊഡ്യൂസറിന്റെ പൈസ നഷ്ടപ്പെടാം. കാരണം ഇത് 1.25 കോടിക്കെങ്കിലും ഓടണമല്ലോ. ഞാൻ അഭിനയിച്ച ഒരു സിനിമ, അതിന്റെ ഹോൾ വർക്കിംഗ് കോസ്റ്റ് അറൌണ്ട് 40 to 50 lakhs അടുപ്പിച്ചു. 26 അവാർഡ്സ് കിട്ടി. സ്റ്റേറ്റ് അവാർഡിൽ പോലും കൺസിഡർ ചെയ്യപ്പെട്ടില്ല. അത്ര ഗംഭീര സിനിമ. മോസ്കോ ഫിലിം ഫെസ്റ്റിവലിലെ ഓപ്പണിംഗ്. സിനിമയുടെ പേര് പുല്ലെന്നാണ്. സ്റ്റേറ്റ് അവാർഡിൽ എന്തുകൊണ്ട് കൺസിഡർ ചെയ്തില്ല? ആരെങ്കിലും ഉത്തരം പറയും? അറിയില്ല. ബിക്കോസ് നമുക്ക് വേണ്ടത് സ്റ്റാർസ് ആണ്. സ്റ്റാർസിന് വാല്യൂ ഉണ്ട്. വാല്യൂവിന് നമ്മൾ പൈസ കൊടുക്കുന്നു. അപ്പൊ എന്താവും? സിനിമ ലോസിൽ പോകും. പ്രളയശേഷം ജലകന്യക എന്ന സിനിമയിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? ആ ചോദ്യമാണ് വരുന്നത്. സോ ബീയിങ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റാർസിലാണോ അതോ സിനിമയുടെ വാല്യൂവിലാണോ എന്ന് ചിന്തിച്ച് അത് ഏതൊരു മാർക്കറ്റിനാണ് സെർവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണ്. 5 ലക്ഷത്തിനും സിനിമ എടുക്കാം, 1 ലക്ഷത്തിനും സിനിമ എടുക്കാം. സന്തോഷ് പണ്ഡിറ്റ് എടുക്കുന്നതും സിനിമയാണ്. ആൾക്കാർ കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റിനോട് മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, ബട്ട് ഹി നോസ് ടു മേക്ക് മണി. ഒരു സിനിമ എടുത്തു, റൺ ചെയ്തു, പൈസ ഉണ്ടാക്കി, അടുത്ത സിനിമയുടെ ട്രെയിലർ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കി. ഇന്റലിജന്റ് എന്നുള്ള വാക്ക് അവിടെ സൂട്ട് ചെയ്യും. പക്ഷേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് നമ്മൾ തോന്നിയത് പോലെയൊക്കെ കാണിച്ച് അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. ഞാൻ 3 ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ തെലുങ്കിലും തമിഴിലും മലയാളത്തിലും വർക്ക് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് വ്യത്യാസം അറിയാം. തെലുങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന കംഫർട്ട്സോ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സോ ഒരിക്കലും തമിഴിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. തമിഴിലുള്ള ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ അവിടുത്തെ കംഫർട്ട്സോ ഒരിക്കലും ഞാൻ മലയാളത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യില്ല. 3 തീർച്ചയായിട്ടും അറിയാം. പക്ഷെ അവരെന്താണ് എൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? അഭിനയം. അത് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. കുഞ്ഞുമോളും അതുപോലെ തന്നെ. ബിക്കോസ് ഒരു ക്യാരക്ടർ ചെയ്യാൻ നല്ലതാണ്. ഇപ്പോൾ കിളിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ കുഞ്ഞുമോളുടെ ക്യാരക്ടർ അത്ര നല്ല ക്യാരക്ടറാണ്. കാരണം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ആരണ്യം എന്നുള്ള സജി സുമന്റെ നായികയായിട്ട് ഇപ്പൊ ഇറങ്ങുന്ന സിനിമയിൽ അഭിനയിച്ചുള്ള ഷി ഹാസ് ഡൺ ഹർ ജോബ് വണ്ടർഫുള്ളി വെൽ. അതെനിക്കറിയാം. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ട്രസ്റ്റ് ആണ്. ഞാനൊരു ഡയറക്ടർ ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞുമോളെ ഡയറക്ട് ചെയ്യാൻ എനിക്ക് ഒരു പാടുമില്ല. കാരണം കാര്യം പറഞ്ഞ് ഞാൻ ചെയ്തോളൂ. ഒരു ഡയറക്ടറിന് വേണ്ടതാണ്. പക്ഷേ ഇവിടെ സിനിമയാണെങ്കിലും സീരിയൽ ആണെങ്കിലും പ്രൊഡ്യൂസർ എങ്ങനെ ഒരാൾക്കാരെ നമുക്ക് ദ്രോഹിക്കാം, പറ്റിക്കാം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി നശിക്കും. അപ്പൊ ആ കമ്പാരിസൺ തന്നെ തെറ്റാണ്. ബിക്കോസ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് സിനിമ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്റ്റാർസ് ഉണ്ടാവില്ല. അപ്പൊ സ്റ്റോറിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരും, മേക്കിങ്ങിൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരും, എന്താണ് സ്പെഷ്യാലിറ്റി നോക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ പ്രോഫിറ്റബിൾ ആവും. പക്ഷെ കോടികൾ ചെലവാക്കിയിട്ട് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ ഒരു ദിവസം എടുക്കേണ്ട സീൻ എടുക്കാതെ അവിടെ കട്ട് പറഞ്ഞ് ഇവിടെ കട്ട് പറഞ്ഞ് ഡയറക്ടറിന് ചായ കുടിക്കാൻ പോകണം, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകണം, അല്ലെങ്കിൽ കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ബ്രേക്ക് ഇട്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ അവൈലബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ദിവസങ്ങൾ നീണ്ടു പോവുക. ഇങ്ങനെയുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ പ്ലാനിങ് ഇല്ലാത്തതിന്റെ. December 6 എന്നാണ് ഒരു സിനിമയുടെ പേര്. 6 ആണോ 16 ആണോ ഐ ഡോണ്ട് റിമെമ്പർ. അങ്ങനെ ഒരു സിനിമ വന്നു ഹിന്ദിയിൽ. ഡാനി ഡെങ്ജോക്കത്തെയാണ് അതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഗംഭീര സിനിമ. അതിന് CPM PERT എന്നൊക്കെ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് അതിൽ ചാർട്ടിങ് ചെയ്തത്. ആര് ഏത് ദിവസം എത്ര നേരം എന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ആ സിനിമ 16 ദിവസത്തെ ഷൂട്ടിൽ കംപ്ലീറ്റ് ചെയ്തതാണ് എൻ്റെ ഓർമ്മ. പ്രോഫിറ്റബിൾ ആയിരുന്നു. സോ പ്രോപ്പർ പ്ലാനിങ് വന്നു കഴിഞ്ഞാൽ ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രൊഡ്യൂസറിന്റെ പൈസ രക്ഷിക്കുക പ്രീ പ്രൊഡക്ഷനിലൂടെയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ എത്ര കുറയ്ക്കാമോ? ഇപ്പോ ഞാൻ വർക്ക് ചെയ്ത മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് സീൻ സ്പോട്ട് എഡിറ്റ് ചെയ്ത് കണ്ട് ഓക്കെ വെച്ചതിന് ശേഷമാണ് അടുത്ത സീനിലേക്ക് പോകുന്നത്. വിച്ച് മീൻസ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അത്രയും കുറവ് സമയം മതി, അത്രയും പൈസ ലാഭമാണ്. സോ എവിടെയൊക്കെ ലാഭിക്കാം എന്നുള്ളത് ആ ഡയറക്ടറും ക്രൂവും പ്രീ പ്രൊഡക്ഷനിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ലോസ് ഉണ്ടാവില്ല. പക്ഷെ ഈ ആഡംബരം, ജാട, അതായത്
ബാഹുബലി പോലത്തെ ഒരു സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാഹുബലി നമുക്ക് ചുണ്ടലിയോ അങ്ങനെ ചെറിയതായിട്ട് നമുക്ക് അതിന്റെ സൈസ് അനുസരിച്ച് നമ്മൾ ചെയ്യണം. ആനയെ കണ്ടിട്ട് ആടൊന്നും ശ്രമിക്കരുത്, പ്രശ്നമാവും. സീരിയലുകൾ എൻഡോസൾഫാൻ ആണെന്ന റൂമർ കേട്ടിരുന്നു, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? റൂമർ അല്ല, അത് ഒരാൾ ചെയ്ത സ്റ്റേറ്റ്മെന്റിന്റെ വളച്ചൊടിച്ച വേർഷൻ മാത്രമാണ്. ഓക്കെ, കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ മീഡിയ ഓർ ആസ് സച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞതിന്റെ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സീരിയൽ അല്ലെങ്കിൽ സീരിയൽ എൻഡോസൾഫാൻ എന്നല്ല പറയുന്നത്, ചില സീരിയലുകൾ എൻഡോസൾഫാനെ പോലെ പോയിസണസ് ആണ്, കാരണം തെറ്റായ കാര്യം പ്രചരിപ്പിക്കുന്ന ചില സീരിയലുകൾ ഉണ്ട് എന്ന് ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് സീരിയൽ എൻഡോസൾഫാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും TRP ആൾക്കാർ വരാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ പണ്ടൊരിക്കൽ നമ്മുടെ അച്യുതാനന്ദൻ സഖാവ് ബോംബെയില് സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ പോയി. ഹെഡ്ലൈൻസ് ടുഡേ എന്ന് പറഞ്ഞൊരു TV, അന്നത്തെ ഏറ്റവും ടോപ്പ് റേറ്റഡ് സ്കാൻഡൽ ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വീടായതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഒരു പട്ടിയും പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് മലയാള ഭാഷയിൽ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞതിനെ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വീട് ഞാൻ സന്ദർശിച്ചു, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് ഹൈലൈറ്റ്. ഈ സ്വഭാവമാണ് ഈ പറഞ്ഞതിനെ വളച്ചൊടിച്ച് എല്ലാ സീരിയലും എൻഡോസൾഫാൻ എന്നാരും പറഞ്ഞിട്ടില്ല. ചില സീരിയലുകൾ എൻഡോസൾഫാൻ, അത് എല്ലാ സമയത്തും, ചില സിനിമകളും എൻഡോസൾഫാനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവാം. എൻഡോസൾഫാൻ എന്ന് പോലും ഇപ്പൊ അധികമായാൽ അമൃതും വിഷം, ഏത് നല്ല മരുന്നും കൂടുതലായിട്ട് ഡോസേജിൽ കഴിച്ചു കഴിഞ്ഞാൽ ചീത്തയാണ്. എൻഡോസൾഫാൻ പോയിസൺ ആയിരുന്നു, അത് യൂസ് ചെയ്ത് പല ആൾക്കാർക്കും ദോഷം ചെയ്തു, പക്ഷെ അതൊരു കീടനാശിനിയായിട്ടാണ് തുടങ്ങിയത്. അതേപോലെ സീരിയലുകൾ എന്ന് പറയുന്നത് പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു എളുപ്പ വഴി എന്ന് തുടങ്ങിയതാണ്. അതിനകത്ത് ചിലപ്പോൾ ഒരു പോയിസൺ ഒക്കെ ഉണ്ടായേക്കാം. ഞാൻ നല്ല സീരിയലുകൾ കണ്ടിട്ടുണ്ട്, മോശം സീരിയലുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ദൂരദർശൻ കണ്ടു തുടങ്ങിയ ആളാണ്. ഈ കഹാനി എന്ന് പറഞ്ഞ് ഒരു ദിവസം ഒരു കഥ പറയുന്നതും അഡോസ് പൊഡോസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നത്, അല്ലെങ്കിൽ യജോ ഹെ സിന്ദഗി പോലുള്ള കോമഡി സീരിയലൊക്കെ കണ്ടു വളർന്നതാണ്, രാമായണം കണ്ടു വളർന്നതാണ്. അപ്പൊ അന്ന് എങ്ങനെയാണ് BR ചോപ്ര മഹാഭാരതം ഉണ്ടാക്കിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമായിരിക്കും. അപ്പൊ സീരിയലുകൾ നല്ലത് കണ്ടുപഠിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സീരിയലിലെങ്കിൽ ഞാൻ ഗന്ധർവനിലെ നമ്മുടെ നിതീഷ് ഭരദ്വാജ് പോലും ഇല്ല, കാരണം അദ്ദേഹം ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. ഇപ്പോ നമ്മുടെ ബിജു മേനൻ, അദ്ദേഹം ആദ്യം അഭിനയിച്ചത് ജോസ് പ്രകാശ് ചേട്ടനും അദ്ദേഹം കൂടെ അഭിനയിച്ച ഒരു സീരിയലിലാണ്. അപ്പൊ അങ്ങനെ സീരിയൽ നല്ലതും കുറെ ചെയ്തിട്ടുണ്ട്, മോശവും ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കാര്യത്തിനും ടു സൈഡ്സ് ഓഫ് കോയിൻ. അപ്പോ സീരിയൽ എൻഡോസൾഫാൻ എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് അതൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയല്ല, ചില സീരിയലുകൾ അതിന്റെ ഫലം ചെയ്തു. അത്തരം സീരിയലുകൾ, നിലവാരം കുറഞ്ഞ അത്തരം സീരിയലുകൾ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതിനെ ജനറലൈസ് ചെയ്തു. ഐ സ്റ്റിൽ ബിലീവ് നല്ലൊരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു സീരിയലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോഴും ഞാൻ എവിടെ ചെല്ലുന്ന സമയത്തും മുത്തശ്ശ എന്ന സ്നേഹത്തോടെ അവർ വിളിക്കുന്നത് ആ ക്യാരക്ടറിനെയാണ്. ഞാൻ ആരാണെന്ന് പോലും അറിയില്ല, എന്റെ പേര് പോലും അറിയില്ല. മൂർത്തി സാർ എന്ന് വിളിക്കുന്നത് ആ ക്യാരക്ടറിനെയാണ്. കുഞ്ഞുമോൾ ആ പേരൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും, അത്രയ്ക്ക് ദ്രോഹിക്കുന്ന അമ്മായിയമ്മയ്ക്കാണ് അങ്ങനത്തെ ക്യാരക്ടർ. പക്ഷെ യെസ്, സീരിയൽസ് ഡു ഗിവ് യു ആൻ ഐഡന്റിറ്റി. നമുക്ക് ഇന്നറിയാവുന്ന സുധീരേട്ടന്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന മണിയമ്പിള്ള എന്നാണ് രാജുവേട്ടനെ വിളിക്കുന്നത്. സുധീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് മണിയമ്പിള്ള രാജു എന്ന പേര്. രാജു വീട്ടിൽ വിളിക്കുന്ന പേര്, സുധീറാണ് ശരിക്കുള്ള പേര്. അതെന്താ അങ്ങനെ ആയിപ്പോയി? നമുക്കറിയാവുന്ന പല പേരുകളും. കൊടിയേറ്റം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് കൊടിയേറ്റം ഗോപി, അദ്ദേഹത്തിന്റെ പേര് ഗോപിനാണ്. അപ്പൊ സിനിമ വെച്ച് ഐഡന്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അതേപോലെ സീരിയലിനും ഒരു ഐഡന്റിറ്റി. ഇപ്പൊ മൂർത്തി സാറിന് എന്നെ ആൾക്കാർ വിളിക്കുന്ന ഒരു സീരിയൽ തന്നൊരു ഐഡന്റിറ്റിയാണ്. ഞാൻ എത്രയോ വില്ലൻ കഥാപാത്രങ്ങൾ പാറക്കൽ രാംദാസ് പോലെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ ഈ മൂർത്തി സാറിന് ആൾക്കാരെ സ്നേഹിക്കാൻ കാരണം എൻഡോസൾഫാൻ ആയതുകൊണ്ടൊന്നുമല്ല, അവർക്ക് എവിടെയോ റിലീഫ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ പുതിയ പ്രൊജക്ട്സ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പുതിയെല്ലാം പറയുന്നതാണ്. സൂര്യയില് ആതിര എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സില് സുഗമോദേവി. ഇനിയിപ്പോ എന്റെ മൂവി 14-ാം തീയതി ആരണ്യം റിലീസാണ്. ഞാനിപ്പോ തെലുങ്കില് 2 പ്രോജക്ട് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം സെപ്റ്റംബർ റിലീസാണ്, മറ്റൊന്ന് റിലീസ് ഡേറ്റ് ആയിട്ടില്ല, ബട്ട് തെലുങ്കിൽ വർക്ക് നടക്കുന്നു. തമിഴ് ഒരെണ്ണം റിലീസായി. മലയാളത്തില് ഇപ്പോ പ്രജേഷ് സെൻ സാറിന്റെ ഒരു മൂവി, പ്രജേഷി എപ്പോഴും സാർ വിളിക്കാൻ പാടില്ല അവർ, പ്രജേഷിന്റെ ഹൂഡിനി ദ കിങ് ഓഫ് മാജിക് എന്ന് പറഞ്ഞ മലയാള സിനിമ ചെയ്തു. വർക്ക് പിന്നെ പത്രമാറ്റ സീരിയൽ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കറന്റ്ലി വർക്കിംഗ് ഓൺ മൈ 90th ബുക്ക്.
ഈ വർഷം 100 ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി നടക്കുന്നു. അപ്പോൾ പുതിയ പ്രോജക്ട്സ് ഒക്കെയാണ്. ഇത്രയും വർക്കിനിടയിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നത് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ വീണ്ടും ഇന്റർവ്യൂ എടുക്കാൻ തോന്നി. നിങ്ങൾക്ക് സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.